എന്തെങ്കിലും കാണിക്കട്ടെ, ഞാൻ ഇതൊന്നും എന്റെ ലൈഫിൽ വലിയ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങളൊന്നല്ല. ഇറങ്ങുന്ന ടൈമിലാണ് ലാസ്റ്റ് ആയിട്ട് കാണുന്നത്. അന്നും ഹായ് ബൈ പറഞ്ഞ് ഒക്കെ പോയതാണ് എല്ലാവരുമായിട്ടൊക്കെ. പൊതുവെ ഞാൻ അങ്ങനെ ആരോടും മെസ്സേജ് അയക്കാറില്ല. വളരെ കുറച്ച് പേരായിട്ട് മാത്രം കോണ്ടാക്ട്സ് ഉള്ളൂ. അപ്പോ അവരായിട്ട് മാത്രം ഇങ്ങോട്ട് മെസ്സേജ് അയക്കാറും അങ്ങോട്ടുള്ളൂ. പുള്ളിക്കാരിയായിട്ട് എന്താ പ്രശ്നം അറിയില്ല. ഞാനും കണ്ടു, എനിക്ക് ഒരുപാട് പേര് തയ്ച്ചു തന്നു. എന്നാലും എന്റെ രണസുന, ഇത്രയും നാള് നിങ്ങള് പെങ്ങളുട്ടി എന്ന് പറയുന്ന ആ ഒരു പെണ്ണിനെ എന്തിനാടും ഇങ്ങനെയൊക്കെ പറഞ്ഞേ? വളരെ മോശമായി. അനുമോൾ എന്തായാലും ശക്തമായിട്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ രണസുനയുടെ ഈ ഓരോ പേക്കൂത്ത് കണ്ടിട്ട് ഇഷ്ടപ്പെടാനിട്ടാണെന്നുള്ളതാണ്. ഈ സാധനം കണ്ടിട്ടാണെന്ന് പറഞ്ഞേ. ഇതൊക്കെ കണ്ട പിന്നെ ആൾക്കാർക്ക് ദേഷ്യം വരാതിരിക്കോ? എന്തിനാട് ഒരു ക്ലാസിക് ഡാൻസിന്റെ വില മൊത്തം. ക്ലാസിക് ഡാൻസ് എന്ന് പറയാൻ പറ്റപ്പോ ഇതിനെ എന്തായാലും അനുമോളെ കുറിച്ചിട്ട് ഇമ്മാതിരി ഉളത്തരൊക്കെ പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ പിറ്റേ ദിവസം പോയിട്ട് ഡാൻസ് കളിക്കാന്നുള്ളതാ. എന്താ സംഭവം അറിയില്ലെങ്കിൽ ഒന്ന് കേൾപ്പിച്ചു തരാം. സുധിച്ചേട്ടന്റെ പെങ്ങളുട്ടി എന്ന് പറഞ്ഞു നിന്നിട്ടേ പെട്ടെന്ന് ഒരു നിമിഷം സഹപ്രവർത്തക എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? എനിക്കറിയത്തില്ല. ഞാൻ പുള്ളിക്കാരി അന്വേഷണം വിളിച്ചിട്ടില്ല. ഞാനും കണ്ടു, എനിക്ക് ഒരുപാട് പേരെടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്താ പറയണ്ടേ, പുള്ളിക്കാരത്ത് ചോദിക്കുന്നതിന് പുള്ളിക്കാരി ആൻസർ പറഞ്ഞു. പക്ഷെ എന്താ പ്രശ്നമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനും അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞ ചേച്ചി? കുറച്ചു നാൾ മുന്നേ വരെ ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സുധിച്ചേട്ടന്റെ പെങ്ങളുട്ടിയാണ്, ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചു. പക്ഷെ പുള്ളിക്കാരി വരുന്ന വീഡിയോസിലേക്ക് കൂടുതലും എന്തോ എന്നെ ഇഷ്ടമില്ലാത്ത സംസാരിക്കും. ബിഗ് ബോസ് കപ്പ് കിട്ടിയത് കൊണ്ടായിരിക്കാം. എനിക്കറിയത്തില്ല, അത് അവരോട് ചോദിക്കണം. എനിക്കറിയത്തില്ല. അതുകൊണ്ടൊന്നുമല്ല. അൽപ്പന് എന്താണ് ലോട്ടറി അടിച്ച് അർദ്ധരാത്രി കൊട പിടിക്കുന്നോ അങ്ങനത്തെ ഒരു സാധനല്ലേ? അതാണ്. ഇവിടെ നിങ്ങളൊക്കെ എവിടെ കിടക്കുന്നേ? നിങ്ങളൊക്കെ ആരെയും അറിയില്ല. അറിയപ്പെടുന്ന മൊത്തം രണസുന്നേന്ന്. പിന്നെ രണസുന നിങ്ങളൊക്കെ നിന്നെ മൈൻഡ് ചെയ്യണ്. ഇവിടെ വെച്ചടി കയറ്റാണ്. ഇന്നലെ നടന്നൊരു പ്രോഗ്രാം ഒന്ന് കാണണം. കോഴിമുട്ട ചീഞ്ഞെറിഞ്ഞ് ഒന്ന് കാണാം. വിക്കിതൊക്കെ രേണുസുതിയുടെ കൂടെ ഇപ്പൊ പാടാൻ പോണേ? നോക്കടാ എന്റെ പൊന്നോ. അതിന്റെ ഇടയില് വാടാ പയ്യ നിന്നെ മുതുകത്തേക്ക് കൊത്താ പണ്ടാറടങ്ങിട്ട് എന്തിനാട് ഇങ്ങനെയൊക്കെ പാട്ട് നശിപ്പിക്കുന്നേ? വിക്കിതഗ് നന്നായി പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്. ഇത് വിക്കിതഗിനെ പോലെ തന്നെ തോന്നി, അതുകൊണ്ട് പറഞ്ഞാട്ടെ. ഇനി വിക്കിതഗേ നമുക്ക് ടൂക്കല്ലേ. കണക്കിന് പോയ പയ്യൻ വാടല്ല ഓടും. അല്ലടോ, ആ ചെങ്ങായുടെ പാന്റിന്റെ ഇടയിൽ ഇടക്കിടക്ക് കൂറ വല്ലതും കേറുണ്ട, അല്ല ക്രോക്രോച്ചും കേറുണ്ട. ഇടക്കിടന്ന് ഇങ്ങനെ തുള്ളുന്ന്. ഈ ട്രൗസറിന്റെ ഉള്ളിൽ പുളിറുമ്പ് കയറിയ പോലെ കിടന്ന് തുള്ളുന്നുണ്ടല്ലോടാ. ഒന്നല്ലെങ്കിൽ പാടുക അല്ലെങ്കിൽ ആടുക. ഇത് രണ്ടിനും കഴിവില്ലെങ്കിൽ മിണ്ടാതിന് മൂലക്കിരിക്കുക. എന്തുവാടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും വാടാ പയ്യ. ഓക്കെ, ഇങ്ങനെയൊക്കെ അടിപൊളി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണ സമയത്ത് രണസുന നേരിടേണ്ടി വരുന്ന ഒരു വലിയ വെല്ലുവിളി എന്താ അറിയോ? തെറിവിളി കമന്റ് ആണെന്നുള്ളത്. അതിന് ഒരാളെ ഇറക്കിയിട്ടുണ്ട്. അല്ല, 1.5 ഗുണ്ട വീട്ടിൽ കയറി തല്ലാനും മാത്രം കഴിവുള്ള ഒരാളെ ഇറക്കിയിട്ടുണ്ട്. അതൊന്ന് കാണുങ്ങള്. ഇനി നെഗറ്റീവ് പറയുന്നവര് പിന്നെ പെർലോങ് കാണില്ല, മനസ്സിലായത്? നെഗറ്റീവ് കമന്റ് ഇടുന്നവന്റെ വീട്ടിൽ വന്ന് ഞാൻ തല്ലും, മനസ്സിലായി? രേണുസുതിക്ക് ഇത്രക്ക് സപ്പോർട്ടോ? അങ്ങ് ആസ്ഥാനത്താണല്ലോ പിടി. അവിടുന്ന് ആളെ ഇറക്കിക്കണോടാ. ട്രൗസർ കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ അവന്റെ ആ ഒരു ഇത്? ഇവന് വല്ല അസുഖം ഉണ്ടോ എന്നാണ് ഡൗട്ട് എനിക്ക്. കാരണം വാരി വലിച്ച് തിന്ന് ആകെ കയ്യിന്ന് പോയി ഇരിക്കുകയാണ്. ഇവനാണ് ആളുകളെ തല്ലാൻ പോകുന്നത്. ഒന്ന് ഓടാപ്പ. ഇനി നമുക്ക് സകലകലാ വല്ലഭയും അതിലുപരി അഭിനയ കുലപതി ചക്രവർത്തിനിയുമായ രണസുനയുടെ ഒരു ഹെഡ് വെയിറ്റ് പോലും കാണിക്കാത്ത ആ ഒരു സ്ത്രീയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കാണാം. കേരളത്തില് ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരേ ഒരു ആളല്ലേ ഞാൻ. എന്നെ വെച്ചിട്ട് വിവാദം ഉണ്ടാക്കട്ടെ, അവർക്ക് നല്ല വരുമാനം ഉണ്ടാകട്ടെ. സോ ഹാപ്പി. ലൈമിലെ കുരു ആണോ ഉദ്ദേശിച്ചേ? ലൈമിലെ കുരു കൊള്ളാം. നല്ല അഹങ്കാരമില്ലാത്ത ചാച്ചി. ബാക്കി പറഞ്ഞാട്ടെ. ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ
രേണുവിന് ചുറ്റും ഇങ്ങനെ വരുന്നുണ്ട്, എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എത്ര വിവാദം വന്നാലും നമുക്ക് ഒരാളെങ്കിലും കാണും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്. എന്റെ കരീഷ്മ തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അവൾ എനിക്ക് നല്ല, എന്റെ മാനേജർ. നിങ്ങൾ ചെയ്യ്. ഒരു ദിവസം കടന്നു പോകാൻ 2-3 ലക്ഷം രൂപയ്ക്ക് ചെലവ് വരുന്നത് അത്ര സിമ്പിൾ ആണെന്നാ പറയുന്നേ. ഒരു അഹങ്കാരമില്ല കേട്ടോ, ഒരു അഹങ്കാരം. നിങ്ങൾ ചെയ്യ് അല്ല പിന്നെ. എന്റെ മാനേജർ നല്ല ധൈര്യം എനിക്ക് തരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിള്. അതുപോലെ എന്റെ സ്വന്തം ചേച്ചി. നയൻതാരയുടെ PA അടക്കം അല്ലെങ്കിൽ മാനേജർ അടക്കം ഒരു പണിയില്ലാതെ ചൊറിയും കുത്തിരിക്കുന്ന പറഞ്ഞു കേട്ടെ. പക്ഷെ രേണുസുധിയുടെ മാനേജർക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ. രേണുസുധിക്ക് തിരക്കല്ലേ? എന്നാടേ ഈ പ്രഹസനമൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക, എന്നാടേ ഇവരെ വിളിക്കുന്ന പരിപാടിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. വെറുതെ ചോദിച്ചാട്ടാ, ജനങ്ങളുടെ ഒരു താല്പര്യം ചോദിച്ചതുള്ളൂ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ണാരം പൊത്തിന് പകരം മൊത്തത്തിൽ ഒരു കർട്ടനിട്ട് മൂടാൻ പറ്റുമോ? ഒരു അപേക്ഷയാണ്. ഇത് കാണാതിരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കമന്റ് ബോക്സിൽ പറയുന്നതാണ് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഓരോ ഉളത്തരം കാണിച്ച് നടക്ക്. നിങ്ങൾ ഓരോ കോപ്രായത്തരങ്ങൾ കാണുമ്പോൾ കുറെ ആളുകൾ തെറി വിളിച്ചിട്ടെങ്കിലും സമാധാനം കണ്ടെത്തുന്നുണ്ടല്ലോ. അതാണ് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഓടക്കുഴലിൽ വിളിച്ചത് കണ്ടില്ല നിങ്ങള്? ഞാൻ എന്താ കാക്ക പറന്നു പോയത് കാണിക്കാന്നാ വിചാരിച്ചേ. പിന്നെ ഇടക്കിടക്ക് നോക്കുന്നുണ്ട്, കാണുന്നുണ്ടോ എന്നുള്ളത്. കാണുന്നുണ്ട് ചേച്ചി, കാണുന്നുണ്ട്, കാണുന്നുണ്ട് കേട്ടാ. ചക്കരെ ഒരു റാപ്പും കൂടെ പോരട്ടെ, പൊളിക്കടാ. സ്ഥലം തലശ്ശേരി റാപ്പിൽ ഇതൊക്കെ ശരി മോനിതൊന്നുമല്ല ശരി. ഞാനല്ല വിളിച്ച മേരിച്ചറ പറപ്പല വരികളിലാണ് എന്റെ ശരി. ചട്ടപ്പണി നോക്കി ശരി മിച്ചം വന്ന പുള്ളിശ്ശേരി വണ്ണ തരം വിത്ത് കറി ചൊറക്കിലിയുണ്ട് ശരി. കുപ്പിയുണ്ട് പുതുശ്ശേരി കുട്ടിക്കാട്ടി വിധിച്ചെറി പടഞ്ഞാണോ വല്ല മടിയെങ്കിലും വളഞ്ഞു കണ്ടിക്കാ ഫിലാക്കം എന്നെ കണ്ണിക്കോ സയ്യനെ കണപ്പേനി. അതിനെന്ത് വാളാങ്കണ്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടിന്. എന്ത് പണ്ടാറട, എന്താണ് നീ പറഞ്ഞേ? റാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന വാക്കുകൾ ജനങ്ങൾക്കൊന്ന് കേൾക്കെങ്കിലും വേണ്ടേ? എന്തൊക്കെയോ പറഞ്ഞു. അതിന് അടിപൊളി എന്ന് കൈയടിച്ച് തൊട്ടപ്പുറത്തുള്ള അഭിനയ കുലപതി, അതിലുപരി പാട്ടിന്റെ സംഗീതവർത്തിനി, എല്ലാം കഴിവുള്ള രണസുന. ഇഷ്ടപ്പെട്ടു പോലും. ഇക്കണങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ വേടനൊക്കെ വീട്ടിലിരിക്കേണ്ടി വരും കേട്ടോ. എമ്മാതിരി റാപ്പാടാ വന്നേ. എന്റെ പൊന്നു മോനെ, ആ വരികൾ എന്താണെന്നെങ്കിലും കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. വാളാങ്കണ്ടി എന്നൊക്കെ കേട്ടിരുന്നു അതിന്റെ ഇടയിൽ. അത് എന്ത് തേങ്ങയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും രേണുസുധിയുടെ കയ്യടി കിട്ടിയില്ലേ? ഇതിലും വലുത് എന്താ വേണ്ടേ? ഇത് മതി. ഇനി നിങ്ങളൊന്ന് കാണണം രേണുസുധി എത്രത്തോളം ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഈ വീഡിയോ കണ്ടറിയാം. നമ്മൾ കാണൂല. ഇക്കണക്കിന് പോയ ഇതൊന്നും നമ്മൾ കാണൂല. മടുത്ത് വെറുത്ത്. അതിന്റെ ഇടയിൽ ആരോ ഒരാൾ മൈക്ക് കൊടുക്കാൻ നോക്കി. അപ്പൊ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സമാധാനായി. അത് കഴിഞ്ഞാൽ തുള്ളലും കൂടിയും കണ്ടപ്പോ എന്റെ പൊന്ന്, ആരാടാ അതിനൊക്കെ വിളിച്ചു വരുത്തുന്നേ? ഞാൻ പറഞ്ഞില്ല, എന്നും പറയാറുണ്ടോ, ആ പ്രോഗ്രാമിൽ കാണാൻ വന്ന ഏതെങ്കിലും കുട്ടികൾ ഇതിലും കഴിവുണ്ടാവും. അവരെയൊക്കെ കണ്ടെത്തിയിട്ട് നാട്ടുകാരോടാ പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലത്തെ കുട്ടികളെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അമ്മാതിരി ഊളത്തൊന്നും പ്രോത്സാഹിപ്പിക്കലടേ. തുള്ളാനും അറിയില്ല, പാടാനും അറിയില്ല, നല്ല കഴിവുണ്ടെന്ന് സ്വയം അങ്ങ് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഇതിനെ കളിയാക്കാനാണ് ആളുകൾ കൊണ്ടു നടക്കുന്നുള്ള ബോധം പോലും ഇതിനില്ല. ഇതിന് ഇങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹം തോന്നുന്നത്. എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞ് നിൽക്കുന്നു വിചാരിക്കുന്നു ഈ ഊളത്തരെ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടാ. എന്താ ചീഞ്ഞ കോഴിമുട്ടൊക്കെ ഏറി വന്നൊക്കെ കേട്ട് കുറെ ആളുകൾക്ക് വെറുത്തു തുടങ്ങി എന്നുള്ളതാണ്. റീചാർജ് ചെയ്തിട്ട് പണ്ടാറം സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ ഇത്. കുറെ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തിട്ട് തന്നെ കയറി വരിക അത്രേ. അവസാനം ആളുകൾ റിപ്പോർട്ട് അടിക്കാനും തുടങ്ങി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ രേണുസുധിയുടെ ഒക്കെ ഒരു കാര്യല്ലേ? അഭിപ്രായം രേഖപ്പെടുത്തണട്ടാ. വീണ്ടും വരെ കോപ്രായത്തരങ്ങളായിട്ട്.